ഇന്ന് ഔസേപ്പിതാവിന്റെ പെരുന്നാൾ കുർബാനയാണ്. അപ്പൊ ആൾക്കാരെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആൾക്കാർ നേരത്തെ തന്നെ സീറ്റ് പിടിച്ചുല്ലോ. അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മുടെ കുർബാന തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ്റെ പ്രസംഗം കേട്ടാലോ. ഇതിന്റെ പേരിലും ജോസഫ് എന്ന് പറഞ്ഞ പേരുണ്ടോ? കാവൽക്കാരനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ ഔസേപ്പിതാവിനെയായിട്ടാണ്. കാരണം ദൈവപുത്രന് സംരക്ഷണം നൽകുവാൻ ദൈവം ഫലമേൽപ്പിച്ചത് വിശുദ്ധ ഔസേപ്പിതാവിനെയാണ്. കുർബാനയ്ക്ക് ശേഷം ജോസഫീന എന്ന നാമധാരികൾക്ക് പൂ നൽകി ആദരിക്കുകയുണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഔസേപ്പിതാവിന്റെ ബഹുമാനാർത്ഥം ഞങ്ങൾ ആഹരിക്കാൻ പോകുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ബുഫയും പന്തി ഉണ്ടായിരുന്നു. നേരത്തെ സദ്യയെ ശരിക്കും ആസ്വദിക്കാൻ വേണ്ടി ഞാൻ പന്തിയിലിരുന്നാണ് കഴിച്ചത്. അല്ല, വെന്ത ചോറും ഇഞ്ചിക്കറിയും അച്ചാറും അച്ചിങ്ങക്കറിയും സാമ്പാർ, പയറ് കറി, അവിയൽ, പിന്നെ പപ്പടം, പഴം, പായസം. ഇതായിരുന്നു സദ്യ. ഇന്ന് എല്ലാവരും കൂടിയിരുന്ന് പാത്രങ്ങൾ കഴുകും. പിന്നെ ഒരു കാപ്പി കൂടിയുണ്ട്. അതിനുശേഷം ഒരു ലേലം വിളിയുണ്ട്. ഒരു തരം കൊച്ചുവടി 135 രൂപ, 2 തരം, 3 തരം, 100 രൂപ, 250 രൂപ മനോ, 250 രൂപ 1 തരം, 2 തരം, 3 തരം, 3 തരം, 120 രൂപ. അങ്ങനെ പോകുന്നു ഔസേപ്പിതാവിന്റെ പെരുന്നാൾ ആഘോഷ പരിപാടി. എല്ലാവർക്കും ആശംസ.